വിധികൾ മറ്റൊരു ബെഞ്ച് മറികടക്കുന്ന പ്രവണത അടുത്ത കാലത്തായി കൂടി വരുന്നത് വേദനാജനകമാണെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങിയ ബെഞ്ചാണ് നിയമലോകത്ത് ചർച്ചയാകാവുന്ന സുപ്രധാന നിരീക്ഷണം നടത്തിയത്. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിശ്ചയിക്കൽ, പദ്ധതികൾക്ക് മുൻകൂർ പാരിസ്ഥിതിക അനുമതി, ഡൽഹിയിലെ പടക്ക നിരോധനം, തെരുവുനായ പ്രശ്നം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ അടുത്തിടെ സുപ്രീംകോടതി പഴയ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു. തങ്ങളുടെ കാഴ്ചപ്പാടാണ് മികച്ചതെന്ന് മറ്റൊരു ബെഞ്ചിനെ തോന്നിയതുകൊണ്ട് മാത്രം വിധികൾ തിരുത്തപ്പെടുകയാണെങ്കിൽ ഒരു തീരുമാനവും അന്തിമമാകില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. അങ്ങനെ വരുന്നത് ഭരണഘടനയുടെ 141 അനുച്ഛേദ പ്രകാരം സുപ്രീംകോടതിയിൽ നിക്ഷിപ്തമായ അധികാരം തന്നെ ഇല്ലാതാക്കുമെന്നും ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. അതിന്റെ മുഖ്യ ലക്ഷ്യമില്ലാതാകും. തന്റെ ജാമ്യ നിബന്ധനയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് ബെഞ്ചിന്റെ നിരീക്ഷണം. ഒരു ബെഞ്ചിന്റെ ഉത്തരവിൽ തിരുത്തൽ തേടി മറ്റൊരു ബെഞ്ചിനെ ഹർജിക്കാർ സമീപിക്കുന്ന പ്രവണത കൂടി വരുന്നതിനോടും സുപ്രീംകോടതി കടുത്ത വിയോജിപ്പ് അറിയിച്ചു. ചില കക്ഷികൾക്ക് പരാതിയുണ്ടെന്ന കാരണത്താൽ വിധി പറഞ്ഞ ജഡ്ജിമാരുടെ അഭാവത്തിൽ തുടർന്നുള്ള ബെഞ്ചുകളോ അല്ലെങ്കിൽ പ്രത്യേകം രൂപവൽക്കരിച്ച ബെഞ്ചോ പഴയ നിലപാട് മാറ്റുന്ന പ്രവണത കൂടി വരികയാണെന്നും ഇത് വേദനയുണ്ടാക്കുന്നതായും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ഉത്തരവിൽ നിരീക്ഷിച്ചു. കൊൽക്കത്ത വിട്ടുപോകരുതെന്ന ജാമ്യ നിബന്ധനയിൽ മാറ്റം തേടി അനീസുർ റഹ്മാൻ നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ജാമ്യ നിബന്ധനയിൽ മാറ്റം തേടി ആദ്യം നൽകിയ ഹർജി ജസ്റ്റിസ് AS ഓക അധ്യക്ഷനായ ബെഞ്ച് തള്ളിയിരുന്നു. തുടർന്ന് ജസ്റ്റിസ് ഓക വിരമിച്ച ശേഷം ഇയാൾ വീണ്ടും സമീപിച്ചപ്പോഴാണ് വിഷയം ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചിലെത്തിയത്.